ബൈ വഫീക. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സ്പെഷ്യൽ വാനില കേക്ക്, വാനില ബട്ടർ കേക്കാണ്. നിങ്ങൾ വീഡിയോ ഫുള്ള് മറക്കാതെ കാണണേ. പക്ഷേ ഒരു ഡൗട്ടുണ്ട്, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അവിടേക്കൊന്ന് നോക്കിക്കേ. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ ആ സബ്സ്ക്രൈബിൻ്റെ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ അല്ലേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവറി. ആ, ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അതിനാവശ്യമായ സാധനങ്ങൾ 4 എഗ്ഗ്, അതേപോലെ നമുക്ക് 1 കപ്പ് മൈദ, 1/2 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് പാല്, 1/4 കപ്പ് മെൽറ്റഡ് ബട്ടർ. അൺസോൾട്ടഡ് ആണ് ഞാനിവിടെ എടുക്കുന്നത്. അതേപോലെ വെനില എസൻസ് ഒരു 1/2 സ്പൂണ്, പിന്നെ നമുക്കൊരു ബേക്കിംഗ് സോഡ, അതേപോലെ ഒരു കുറച്ച് മതി. അപ്പോൾ നേരെ നമുക്ക് ഉണ്ടാക്കാം. ഞാനിവിടെ 4 എഗ്ഗ് പൊട്ടിച്ചേക്കുകയാണ്. അപ്പോൾ അതാ ഫസ്റ്റത്തെ എഗ്ഗ് പൊട്ടിച്ച്, അതേപോലെ എനിക്ക് എത്ര ആളുണ്ടോ അതേപോലെ കുറച്ചും കൂടി അളവ് വേണോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡബിൾ കൂട്ടി ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ അതാ 3rd എഗ്ഗായി. അതേപോലെ ഞാനിവിടെ വിസ്ക് ആണ് എടുക്കുന്നത്. അഥവാ ഇനിയിപ്പോൾ ബീറ്റർ ആണ് വീട്ടിലുള്ളതെങ്കിൽ ബീറ്റർ എടുക്കാവുന്നതാണ്. ഞാൻ അതാ ഈ വിസ്ക് കൊണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഇലക്ട്രിക് ബീറ്റർ ഉണ്ട്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് വിസ്ക് വെച്ചിട്ടാണ്. കാരണം ഇലക്ട്രിക് ബീറ്റർ ഇല്ലാത്തവർക്കും ഇത് കൊണ്ട് ചെയ്യണ്ടേ, സ്പൂണായാലും കുഴപ്പമില്ല. ഇനി നല്ലോണം ഇളക്കി കൊടുക്കുക. അത് ചെറുതായിട്ട് ഇങ്ങനെ പതൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. സ്പൂണാകുമ്പോഴും വിസ്ക് ആകുമ്പോഴും കുറച്ചധികം സമയം എടുക്കും. അതേപോലെ കൈയൊക്കെ ചെറുതായിട്ട് വേദനിക്കും. അതൊന്നും സാരമില്ല, നമുക്ക് എങ്ങനെയും കേക്ക് ഉണ്ടാക്കിയാൽ മതിയല്ലോ. ഇനി ഞാനിതവിടെ 1/2 കപ്പ് ഷുഗർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മിക്സ് ചെയ്ത് കൊടുക്കുക, നന്നായി മിക്സ് ചെയ്യുക. കണ്ടോ, പത വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഞാനിവിടെ നേരത്തെ മെൽറ്റാക്കി വെച്ച ബട്ടർ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, അൺസോൾട്ടഡ് ബട്ടറാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ചൂടാറിയിട്ടുണ്ടാവണം. എന്നിട്ട് ഞാൻ നല്ലോണം മിക്സ് ചെയ്യാണ്. നല്ലൊരു കളറല്ലേ. ഇനി ഞാനിവിടെ ഒരു 1/2 സ്പൂണ് വെനില എസൻസ്, ഞാൻ ഇവിടെ ചെറിയ സ്പൂണിലാണ്, അതുകൊണ്ട് 1/2 സ്പൂണ് വെനില എസൻസ്. എന്നിട്ട് വീണ്ടും നല്ലോണം മിക്സ് ചെയ്യുക. ബേക്കിംഗ് സോഡ ഓർ ബേക്കിംഗ് പൗഡർ എടുക്കാവുന്നതാണ്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മളെ ഫ്ലോറ് അത് കുറച്ച് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുക. 1 കപ്പ് ഫ്ലോർ കുറച്ച് ഇങ്ങനെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുക. കണ്ടില്ലേ. ഇനി ലാസ്റ്റ് ട്രിപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഇളക്കുമ്പോഴത്തേക്ക് കൈ വേനാവും. ഞാൻ അവിടെ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച കുറച്ച് മിൽക്കാണ്. ഇതാ കണ്ടില്ലേ, ഇതേപോലെയാണ് നമുക്ക് കിട്ടിയത്. ഇതാ നമ്മുടെ മിൽക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 1/4 കപ്പാണ്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. നേരത്തെ ഫ്ലോർ ആക്കിയ പോലെ തന്നെ ഒരിത്തിരിക്ക് മിക്സ് ചെയ്യുക. അപ്പം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇന്നിവിടെ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എയർ ഫ്രയറിലാണ്. ഇനി നമുക്ക് ഞാൻ അവിടെ സിൽക്കൻ്റെ ഒരു ട്രേ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 തുള്ളി ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. കാരണം എയർ ഫ്രയറിൽ ഓയിൽ അധികം വേണ്ടല്ലോ. അപ്പോൾ എന്നിട്ട് നന്നായി ഒന്ന് എല്ലാ സൈഡിലേക്കും ആക്കി കൊടുക്കുക. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, മാക്സിമം ഓയിൽ കുറയ്ക്കാനാണ് നമ്മുടെ എയർ ഫ്രയറുടെ. അതുകൊണ്ട് തന്നെ എന്ത് പൊരിക്കുമ്പോഴും ഒരു 2-3 ഡ്രോപ്സ് മതിയാവും. ഇനിയിപ്പോൾ കുറേ എണ്ണയിൽ പൊരിക്കുന്ന സാധനമായാലും ഈ ഒരളവ് തന്നെ ഓയിൽ മതിയാവും. നമുക്ക് ഹെൽത്തി ആയിട്ട് ധൈര്യത്തിൽ കഴിക്കാമല്ലോ. ഞാനിവിടെ ഓണാക്കിയിട്ട് ഒരു 25
മിനിറ്റ്സ് ആണ് വെക്കുന്നത്. ആദ്യം 25 വെച്ച് നോക്കാം. പിന്നെ ഞാൻ ഡിഗ്രി വെക്കുന്നത് 140 ആണ്. 140 ഡിഗ്രിയാണ് ഞാൻ അവിടെ വെക്കുന്നത്. അപ്പോൾ 140 ഡിഗ്രി 25 മിനിറ്റ്സ്. ഈ സെയിം സാധനം പാനിലുണ്ടാക്കുകയാണെങ്കിൽ ഒരു 25 മിനിറ്റ്സ് ഒക്കെ മതിയാവും. ലോ ഫ്ലെയിമിൽ 25 മിനിറ്റ്സ്, ഇടയ്ക്കൊന്ന് 15 മിനിറ്റ് ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞ ടൈമിൽ എനിക്കിതൊന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല രസമല്ലേ കാണാൻ. ഇനി ഞാൻ ഇത് കട്ട് ചെയ്തിട്ടും കൂടി കാണിച്ചു തരേ. ഇതാ കണ്ടില്ലേ, കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെനില ബട്ടർ കേക്ക് നമുക്കിവിടെ റെഡി. അപ്പോൾ ഇന്നത്തെ കേക്ക് കണ്ടേനു, സൂപ്പറാ. ഈസി കേക്ക് കണ്ടേനു. അപ്പോൾ ഇവരെ അഭിപ്രായം കണ്ടാലും ഇത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ എന്തായാലും ഇടണേ. അതേപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.